ഹലോ! ഇത് കുറച്ച് ദിവസം മുന്നേ ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ്. ഓണം വെക്കേഷൻ്റെ സമയത്ത് നമ്മൾ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോയതാണ് കേട്ടോ അത്. എവിടേക്കുമല്ല, നമ്മുടെ തൊട്ടടുത്ത് കുമരകത്തേക്കാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നമ്മൾ ഒരു ഹൗസ് ബോട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടിയിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഒരു ട്രിപ്പ് പോണത്. ഞങ്ങൾ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് പോകാറുണ്ട്, പക്ഷേ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പോണത്. കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു ഹൗസ് ബോട്ട് എടുത്ത് നമുക്ക് ബോറിംഗ് ആവും, കുറച്ച് സമയം കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കും, അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതൊരു വൺ ഡേയിലേക്ക് മാത്രമായിട്ട് എടുത്തിരിക്കണേ, സ്റ്റേ ഒന്നുമില്ല ഇവിടെ. പക്ഷേ ഞങ്ങൾക്ക് ബോറടിച്ചൊന്നുമില്ല കേട്ടോ, ഞങ്ങളെല്ലാം എൻജോയ് ചെയ്തു. പിന്നെ ഞങ്ങൾ കുറേ ആൾക്കാരുള്ളത് കൊണ്ടും എല്ലാവരും നല്ല എൻ്റർടൈൻമെൻറ്റ് ആയതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് ബോറടിച്ചില്ല. പിന്നെ അവിടുത്തെ വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ആ കായലിലേക്ക് നോക്കിയിരിക്കാൻ തന്നെ നല്ല രസമായിരുന്നു. ഞാൻ കുറേ സമയം ഇരുന്നു. പിന്നെ ബാക്കി എല്ലാവരും ഭയങ്കര പാട്ടും ഡാൻസും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് അത്രയും സമയം അവിടേക്ക് നോക്കിയിരിക്കാൻ പറ്റിയില്ല. അങ്ങനെ ടയേർഡായിട്ടുള്ള സമയത്ത് മാത്രമാണ് നമ്മൾ കുറച്ച് ആസ്വദിച്ചിരുന്നത്. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. ആർക്കെങ്കിലും ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടൊക്കെ വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണത് നല്ലതായിരിക്കും. എനിക്ക് നല്ല ഇഷ്ടമായി. അവിടെ എല്ലാവരും ഫുൾ പാട്ടും ബഹളവും ആയിരുന്നു. എനിക്കൊരു തരി പോലും ബോറടിച്ചില്ല, അത്രയും എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ. കാണാനും നല്ല രസമായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ സാധാരണ നമ്മൾ വീട്ടിലാവുമ്പോൾ എല്ലാവരും വേറെ വേറെ റൂമിൽ അല്ലെങ്കിൽ കുറച്ച് പേര് ഫോണിൽ കളിച്ചിരിക്കുക അങ്ങനെയൊക്കെ ആവില്ല. ഇതിപ്പോൾ ആ ഒരു സ്പേസിൽ എല്ലാവരും കൂടെ വന്നപ്പോൾ ഭയങ്കര അടിപൊളിയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരുമിച്ചു. അതിൻ്റെയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളെല്ലാവരും. അതുപോലെ അവിടെ കാറ്റും നല്ല കുറച്ചൊരു തണുത്ത കാറ്റായിരുന്നു. നല്ല വെയിലുള്ള സമയമായിരുന്നു, പക്ഷെ നല്ലൊരു തണുത്ത കാറ്റൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുമരകത്തേക്കൊന്ന് പോകുന്നത് നല്ലതായിരിക്കും. എനിക്കിഷ്ടപ്പെട്ടു. സ്റ്റേ ആയാൽ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളങ്ങനെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ കണ്ടോ, അവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് കേട്ടോ. കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കുറേയൊന്നും ആരും ഇല്ലാണ്ട് ഓൾറെഡി അവരവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. കുറേയൊക്കെ ഇങ്ങനെ ആൾക്കാരെയൊക്കെ കൊണ്ട് പോകുന്നു. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെൽക്കം ഡ്രിങ്ക് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ലഞ്ച് ഉണ്ട്. പിന്നെ നമുക്കൊരു ടീയും ഒരു സ്നാക്കും ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ടോട്ടൽ ഒരു 19 പേര് അങ്ങോട്ടുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കുള്ള ലഞ്ചും അതുപോലെ ടീയും സ്നാക്കും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ. നല്ല സർവീസ് ആയിരുന്നു കേട്ടോ ആ ഹൗസ് ബോട്ടിലെ ആൾക്കാരുടെ. അതുപോലെ പ്രൈസ് ആയാലും മറ്റുള്ളതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് റീസണബിൾ ആയിട്ടാണ് തോന്നിയത്. പിന്നെ ഞങ്ങളുടെ ഹൗസ് ബോട്ടിൽ ആകെ കൂടി ഒരു റൂം ഉണ്ടായിരുന്നുള്ളൂ, കാരണം നമ്മൾ സ്റ്റേ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതാണ് സെലക്ട് ചെയ്തത്. കാരണം കുറേ റൂം ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല, ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്കൊരു റൂമിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നല്ലൊരു ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു. അവിടെ നിന്ന് എല്ലാവരും ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുകയാണ്, കുട്ടികളും വലിയവരും എല്ലാവരും. ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിന് ഭയങ്കര സന്തോഷമായി, കാരണം കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും കൂടി ഒരു യാത്ര പോയി. അവരെല്ലാവരും ഭയങ്കര അങ്ങനെ ടയേർഡായിട്ടും വയ്യാണ്ടൊക്കെ ഇരിക്കുന്നവരാണ്. പക്ഷേ എല്ലാവരും കൂടിയായപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് അന്നത്തെ ദിവസം മടങ്ങിയത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിഷയം.